ഹായ് ഹലോ മക്കളെ. ഓക്കെ അല്ലേടാ? എല്ലാവരും ഓണപരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ റെഡിയാണ് അല്ലേ? മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. ആ ഫസ്റ്റ് ടേമിലെ കുറച്ച് ചാപ്റ്റേഴ്സിനെ നമ്മളൊന്ന് ഓർത്തെടുക്കും. പിന്നെ എന്താണ് കുറച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? റെഡിയാണോ മക്കളെല്ലാവരും? ഉഷാറിലല്ലേ? ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ആദ്യം അമ്മസ് എങ്ങനെയാണ് കുറച്ച് ഉത്തരങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ ഒന്ന് എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ടാണ് നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവാട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആ ബേസിക് കാര്യം കിട്ടിയിട്ടുണ്ടാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഓക്കെ, യെസ്, റെഡി അല്ലേ? ശരി ശരി. ഓക്കെ മക്കളെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് കഥാപാത്ര നിരൂപണമാണ്. അത് പലപ്പോഴായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, അതുകൊണ്ടിട്ട് പറയുന്നേ. കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കുക, അതാണ് ആദ്യത്തെ കാര്യം. ദെൻ എന്ത് ചെയ്യണം? കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. ഏത് രീതിയിൽ? എവിടെ നിന്നാണ്, എന്താണ് പേര്, ലേഖനത്തിൽ നിന്നാണോ കവിതയിൽ നിന്നാണോ, ആരാണ് എഴുതിയത് എന്ന് പറയാം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേര്, ആരാണ് എഴുതിയത്, കർത്താവ് ആരാന്ന് വെച്ചാൽ, ഓക്കെ, ആൻഡ് എന്ത് തരം ലേഖനമാണോ, കവിതയാണോ, കഥയാണോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തണം. ഓക്കെ, പിന്നെ കഥാപാത്രത്തിന്റെ പൊതു സ്വഭാവം അങ്ങനെ ചേർക്കണം. എങ്ങനെയാണ് പൊതു സ്വഭാവം ചേർക്കുക? എങ്ങനെയാണ് അവരുടെ ചില സംസാര രീതിയോ അല്ലെങ്കിൽ അവർ പറയുന്ന ചില സംഭാഷണങ്ങളോ ഒക്കെ കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അവർ ഇങ്ങനെ പെരുമാറുന്നവരാണ്, അവരാരാണ്, എന്താണെന്നൊക്കെ പറയാം. കഥയിൽ കഥാപാത്രത്തിന്റെ സ്ഥാനം എന്താണ്, പിന്നെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് അവർ ഇടപെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേ? യെസ്. ഇപ്പൊ ശാന്തനുവിന്റെ പക്ഷികൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ആ കുഞ്ഞിനെ പറ്റിയിട്ട്, ആ കുട്ടിയെ പറ്റിയിട്ടാണ് ഒരു കഥാപാത്ര നിരൂപണം വന്നാൽ അവൻ എന്താണ്, നല്ല ജിജ്ഞാസയുള്ള കൂട്ടത്തിലാണ് അല്ലെ? എന്താണ്, ക്യൂരിയോസിറ്റിയാണ്. അവൻ അറിയാത്ത കാര്യം അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അമ്മയെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മകനാണ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതാലോ? ഇല്ലേ? നമ്മൾ പരിചയപ്പെട്ട കാര്യം തന്നെയാണ്, നമ്മൾ ഒന്ന് ഓർത്തെടുപ്പിച്ചു എന്നുള്ള മിസ്. ഓക്കെ ഓക്കെ, യെസ്, ശരി. ഇനി അടുത്തത് കഥാപാത്രത്തിന്റെ സവിശേഷതകളൊക്കെ എഴുതണം. പിന്നെ അതെല്ലാ ഉത്തരത്തിനും കോമൺ ആണ്. നമ്മൾ ഒരു സ്ട്രക്ചറിൽ വേണം എഴുതാനായിട്ട്, അക്ഷരത്തെറ്റ് വരാതെ ഒക്കെ എഴുതാനായിട്ട് നോക്കുക. കുഞ്ഞുമക്കൾ തെറ്റിപ്പോവും ഇടയ്ക്കൊക്കെ, സ്വാഭാവികമാണ്, കുഴപ്പമില്ല. പക്ഷേ പരമാവധി തെറ്റിക്കാതിരിക്കുക. ഓക്കെ, ശരി. ഉത്തരം എങ്ങനെയാണ് ഓരോ വാക്കുകൾ എഴുതുന്നതെന്നൊക്കെ നോക്കി എങ്ങാനും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തെടുത്ത് കൃത്യമായിട്ട് എഴുതാൻ നോക്കുവാടാ. ഓക്കെ അല്ലേ? യെസ്, ശരി. ഇനി കഥാപാത്ര നിരൂപണം പരിചയപ്പെട്ടല്ലോ, ഓർമ്മ കിട്ടിയല്ലോ, കാര്യങ്ങൾ വന്നല്ലോ മനസ്സിലേക്ക്, എങ്ങനെയാണ് എഴുതണ്ടേ വന്നു, നമ്മൾ പഠിച്ച ഒരു ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും മനസ്സിലേക്ക്, ഇല്ലേടാ? യെസ്, ശരി ശരി ശരി, യെസ്. ഇനി ഉപന്യാസം നമുക്ക് പരിചയമാണ്. ഇത് ഉപന്യാസം സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പല ക്വസ്റ്റ്യനിലും വരിക. തലക്കെട്ട് കൊടുക്കാം, വേണം, എല്ലാത്തിനും തലക്കെട്ട്, മിക്ക ചോദ്യങ്ങൾക്കും തലക്കെട്ട് ആവശ്യമാണ്. ആമുഖം, ഇൻട്രൊഡക്ഷൻ, എന്താണ് നമ്മുടെ എന്താണോ പറയാൻ പോകുന്നത് അതിനെപ്പറ്റി ഒരു ചുരുക്ക വിവരണം, ഒരു പാരഗ്രാഫ് മതി. ഓക്കെ, യെസ്. പിന്നെ ഉള്ളടക്കം മെയിൻ കാര്യമാണ്. അത് എന്താണ്, 2-3 പാരഗ്രാഫ് അല്ലെങ്കിൽ 2-4 പാരഗ്രാഫ്, 4 മാക്സിമം ആണ്, 2 മിനിമം. ഓക്കെ, അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് എഴുതണം. വലിയ മാർക്കിനെ ചോദിക്കാറില്ലേ, ഉപന്യാസം ചോദിക്കാറില്ലേ? നമുക്ക് അറിയാവുന്ന വിഷയത്തിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്ന മാതൃഭാഷയെ കുറിച്ച്, മാതൃഭാഷ എന്തോരു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ? അപ്പൊ അതൊന്നും മനസ്സിലുണ്ടായാൽ മതി, ശരിയായിക്കോളും. ഓക്കെ, യെസ്. പിന്നെ എന്ത് വേണം മക്കളെ? കൺക്ലൂഷൻ വേണം, ഉപസംഹാരം, ഒന്ന് അവസാനിപ്പിക്കാൻ, ഒന്ന് ചേർത്ത് എന്തൊക്കെയാണോ പറഞ്ഞാൽ അതൊന്ന് ചുരുക്കി വിവരിക്കുന്ന പോലെ വേണം കൺക്ലൂഷൻ എഴുതാൻ. നല്ല കൺക്ലൂഷൻ. യെസ്. ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ആൾക്ക് വായിക്കാൻ തോന്നുന്ന വിധത്തിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, തലക്കെട്ടിന്റെ കാര്യം മിസ് പറയാറുണ്ട്, അധികം സമയം അതിൽ ചെലവഴിക്കേണ്ട, കിട്ടിയില്ലെങ്കിൽ വിഷയം എഴുതാം. ഓക്കെ, ശരി. ഇനി എന്താണ് മക്കളെ, മുഖപ്രസംഗം എന്നുള്ള സംഭവം പരിചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ പേടിക്കണ്ട, മിസ് ഇപ്പൊ പറയും. ഓക്കെ, നോക്കാം. മുഖപ്രസംഗം എന്താണ്? തലക്കെട്ട് വേണം, അതിന് പരിചിതമായിട്ട് ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇതാണ് മുഖപ്രസംഗം കേട്ടോ. ഇത് ശരിക്കുള്ള പത്രത്തിൽ നിന്ന് എടുത്തതാണ് മിസ്. എഡിറ്റോറിയൽ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, എഡിറ്റർ എഴുതുന്ന ഒന്നാണ്. ഒരു പ്രസംഗം പോലെ തന്നെയാണ് ശരിക്കും. ഒരു വിഷയത്തിനെ പറ്റി എഡിറ്റർ ഇങ്ങനെ സംസാരിക്കുകയും അതിന്റെ പരിഹാരങ്ങളൊക്കെ പറയുകയുമാണ് ചെയ്യുന്നത്. തലക്കെട്ട് വേണം, ഒരു ആമുഖം വേണം അല്ലെ? എല്ലാ ഉപന്യാസം പോലെ തന്നെ. പക്ഷെ പ്രത്യേകത, ഉപന്യാസത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് 3 കാര്യങ്ങളാണ്: സമകാലിക സാഹചര്യം, അടിയന്തര പ്രാധാന്യം, പരിഹാരമാർഗം. മനസ്സിലാവുന്നുണ്ടോ? എന്താ മനസ്സിലാവുന്നുണ്ടോ? പറയാം. ഓക്കെ, അതായത് ഇപ്പൊ നടക്കുന്ന വിഷയത്തിനെ പറ്റിയിട്ടായിരിക്കും മിക്കവാറും മുഖപ്രസംഗം എഴുതാനായിട്ട് വരിക.
അപ്പൊ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വേണം മുഖപ്രസംഗത്തിൽ എഴുതാനായിട്ട്. അതെങ്ങനെ എഴുതാൻ പറ്റുക? ഇന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചല്ലോ, നമ്മൾ അറിഞ്ഞതാണല്ലോ അല്ലേ, അതിനിങ്ങനെയൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ല. നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ വരിക. പിന്നെ അടിയന്തര പ്രാധാന്യം, ഈ വിഷയം എങ്ങനെ പ്രധാനപ്പെട്ടതാകണമെന്നുള്ള കാര്യം. പരിഹാര മാർഗങ്ങൾ, മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ എന്ത് വേണം മനസ്സിലേക്ക്? ചുമ്മാ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പറയലല്ല, പരിഹാരം കൊടുക്കണം. എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? യെസ്. ഇനി നോക്കാം. ഇത്രയുമാണ് ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. അതെന്തായിരുന്നു മക്കളെ? ഓർമ്മയുണ്ടോ എന്താണെന്ന്? യെസ്. മാതൃഭാഷയിലെ ഓരോ പദത്തിനും അതിന്റെ അർത്ഥത്തിനപ്പുറം ഒരു അനുഭവത്തിനും അനുഭൂതിയിലുമുണ്ട്. മാമു എന്ന വാക്കിന് പിന്നിലും മീമി എന്ന വാക്കിന് പിന്നിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ജീവിയെക്കുറിച്ചുള്ള കുട്ടിയുടെ അനുഭവമാണ് പ്രതിഫലിക്കുന്നത്. മാമു എന്ന വാക്കിന് പകരം ചോറെന്ന വാക്ക് കുട്ടിയുടെ അനുഭവത്തിന് പകരമാവില്ല. അതുകൊണ്ടാണ് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നെങ്ങേലി എന്ന് കവി പറയുന്നത്. പുളിങ്ങ എന്ന വാക്ക് കേൾക്കുമ്പോൾ നാവിൽ വെള്ളമൂറുന്നതും അനുഭവം കൊണ്ടാണ്. അനുഭവവും അനുഭൂതിയായും ഭാവനയും വികസിക്കുമ്പോൾ ഭാഷയിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ആവിഷ്കരിക്കാനും കഴിയുന്നു അല്ലേ? യെസ്. അതായത് ഭാഷ, മാതൃഭാഷ എന്നുള്ളത് നമ്മെ ചേർത്ത് നിന്ന പാഠഭാഗത്തില് നമ്മുടെ മാതൃഭാഷ എങ്ങനെയൊക്കെ ഈ പവിത്രൻ എഴുതിയ അതില്, അതായത് നമ്മളെ മാതൃഭാഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, നമ്മൾ ചിന്തിക്കുന്ന ഭാഷയാണ്. നമ്മൾ ഏത് ഭാഷയും മനസ്സിലാക്കുന്നതും നമ്മുടെ മലയാളത്തിലൂടെയാണ്. ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മനസ്സിലാക്കിയത് മാതൃഭാഷയിലൂടെയാണ്. ഇപ്പോൾ ഇതില് ഈ മാമു എന്ന് പറഞ്ഞ ഫുഡാണെന്ന് കുഞ്ഞിന് മനസ്സിലാവുന്നതും, അല്ലെങ്കിൽ അമ്പിളി മാമനെ, ചന്ദ്രനെ അമ്പിളി മാമൻ എന്നൊക്കെ വിളിക്കുന്നതും ഒക്കെ നമ്മുടെ മാതൃഭാഷയുടെ ഭംഗിയാണ്. അത് വേറൊരു രീതിയിലും വേറൊരു ഭാഷയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ, നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റില്ല എന്നാണ് പറയണേ. മാതൃഭാഷ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ്, നമ്മളെ നമ്മളാക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നതാണ് അല്ലേ? യെസ്. ഇനി കണ്ടെത്താൻ ആവിഷ്കരിക്കാൻ കഴിയുന്നു. ഉറവാർന്നിടുന്നൻ ചേതസ്സിങ്കൽ അറിയാത്ത വേദനയൊന്നുമില്ല. അതായത് നമ്മുടെ വേദനകളും കാര്യങ്ങളും ഒക്കെ ആർക്കേ മനസ്സിലാവുള്ളൂ. നമുക്ക് ഏറ്റവും വേദന എടുക്കുന്ന സമയത്ത്, നമ്മൾ വീഴുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, അമ്മേ അല്ലേ വിളിക്കുക. അതും നമ്മുടെ ഭാഷയിലാണ് നമുക്ക് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുക. അറിയാത്ത വേദനയെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത ഭാഷരൂപങ്ങളൊന്നും. ദശരഥ മഹാരാജ് നിശ്ചയിച്ച രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ അയോധ്യയിലെ ജനങ്ങൾ തെരുവിൽ നിഴലുകളായി പതിച്ചു എന്നാണ് CN ശ്രീകണ്ഠൻ നായർ ചിത്രീകരിക്കുന്നത്. അതായത് അവരുടെ വിഷമം അങ്ങനെയാണ് പതിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് അവിടെ കടന്നു വരുന്നത്? നമുക്ക് ഇപ്പോ നിങ്ങൾ പരിചിതമായിട്ടുള്ള കുറെ കഥകൾ, ഇപ്പോ മണ്ണാങ്കട്ടയും കരികിലയുടെ കഥ കേട്ടിട്ടില്ലേ മകള്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ താമസപ്പെട്ടെ. കേട്ടിട്ടുണ്ടോ? അതിന്റെ അനിമേഷൻ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഉണ്ടോന്ന് തോന്നുന്നു അല്ലെ? യെസ്. മണ്ണാങ്കട്ടയും കരിയിലേയും കൂടി കാശിക്ക് പോയൊരു കഥ എൻ്റെ അച്ഛച്ചി എപ്പോഴും പറയുമായിരുന്നു. ഇതെന്താ കഥ? അവര് മഴ വന്നപ്പോ മണ്ണാങ്കട്ടയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയില മണ്ണാങ്കട്ടയുടെ മേത്ത് കയറി കിടന്നു. ഓക്കെ. പിന്നെ എന്ത് വന്നപ്പോ, കാറ്റ് വന്നപ്പോ കരിയില പാറി പോകാതിരിക്കാൻ വേണ്ടി മണ്ണാങ്കട്ട കരിയിലിന് മേത്ത് കയറി കിടന്നു. ഓക്കെ. അങ്ങനെ പരസ്പരം സഹായിച്ച് ചെന്നു. പക്ഷെ മണ്ണാങ്കട്ടയും കരിയിലയും മഴയും കാറ്റും കൂടി വന്നപ്പോ എന്ത് പറ്റി? വെട്ടുപോയി. അങ്ങനെ ഒരു കഥയുണ്ട്. ഇങ്ങനെ ഈ കഥകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണ്? മലയാള ഭാഷയിലൂടെയാണ് അല്ലേ? നമുക്ക് അതല്ലേ മനസ്സിലെപ്പോഴും തട്ടി നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുയലിന്റെ ആമയുടെ കഥ കേട്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിലും പഠിച്ചു കാണും. പക്ഷെ ഓർമ്മ നിൽക്കുന്ന എന്തിലായിരിക്കും? മലയാളത്തിലായിരിക്കും. മാതൃഭാഷ അതുകൊണ്ട് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്, പ്രധാനപ്പെട്ടതാണെന്നാണ് ആര് പറയണേ? പി പവിത്രൻ പറയുന്നത്. ഓക്കെ. യെസ്. പിന്നെ എന്താണ്? അങ്ങനെ ഇല്ലാത്തവനെ ഭാവനയെ കണ്ട് ആവിഷ്കരിക്കാനുള്ള കെൽപ്പ് മാതൃഭാഷയ്ക്കാണ്. എല്ലാവരും പറയും നമ്മൾ ഏത് ബുക്ക് വായിക്കുന്നോ അത് അതിൻ്റെ അതേ ഭാഷയിൽ തന്നെ വായിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പക്ഷെ അതറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിലേ പറ്റുള്ളൂ നമുക്ക്. യെസ്. അപ്പോൾ മാതൃഭാഷ എന്തോരം നമ്മളെ ബാക്കിയുള്ളവരുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നോടെ മാതൃഭാഷയെ പുകഴ്ത്തി പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത്രയേ ഉള്ളൂ. യെസ്. മനസ്സിൽ ഇതുണ്ടാവണം കേട്ടോ. ഓക്കെ. ശരി. റെഡി അല്ലേ മക്കളെ? പിന്നെ ഒരു കുഞ്ഞു പോർഷൻ തായ്മൊഴി പീലികൾ എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതെങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്നൊരു പറയുന്നുണ്ട്. ബട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ബട്ട് നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് എവിടെയൊന്നും ഒരു മാർക്കും കളയേണ്ടതില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് തായ്മൊഴി പീലികളിൽ എന്തായിരുന്നു. മാതൃഭാഷയുടെ പ്രാധാന്യവും മഹത്വവും വെളിവാക്കുന്ന ധാരാളം രചനകൾ നമുക്കുണ്ട്. വികാരങ്ങളെയും അനുഭവങ്ങളെയും അതിന്റെ എല്ലാ തീവ്രതകളും കൂടി ആവിഷ്കരിക്കണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷ തന്നെ വേണം. ഏതറിവും ഹൃദയത്തിൽ പതിയുന്നത് മാതൃഭാഷയിലൂടെയാണ്
അല്ലേ? നമ്മളെല്ലാം ഓർത്തിരിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭാഷ സാഹിത്യമാക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും ഏറെ ശ്രദ്ധ വേണം. ഭാഷ പഠിക്കാൻ പോയ അനുഭവവും ഭാഷാപിതാവിന്റെ കാഴ്ചപ്പാടും ഒക്കെ ചേർത്ത് ഒരുക്കിയിരിക്കുന്നതാണ് തായ്മൊഴിപ്പീലികൾ. അല്ലേടാ? കുറച്ച് ഒരു ശേഖരണമാണ്, ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടിയല്ല, അല്ലേ? യെസ്, അതിനും വേണ്ടി മാത്രമാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഭാഷയുടെ ഒരു ഭംഗി വരണം എന്നുള്ളതേ ഉള്ളൂ. തെറ്റല്ലേ മക്കളെ? ഓർമ്മ കിട്ടിയോടാ? മനസ്സിലേക്ക് നമ്മുടെ മലയാളത്തിന്റെ ഭംഗിയും കാര്യങ്ങളും ഒക്കെ വന്നോടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ മിസ്? യെസ്, ഓക്കെ, ഉഷാറാണ് എല്ലാവരും എന്ന് വിചാരിക്കണം. ഡീൽ. യെസ്. മാതൃഭാഷയും പരിസ്ഥിതിയും, ഇത് ഓർമ്മയുണ്ടോ മക്കളെ? ഇതെന്തായിരുന്നു? അതായത് പല പദപ്രയോഗങ്ങൾ ചില കൃഷിയോടനുബന്ധിച്ചുള്ളതാണ്. അത് നമ്മൾ ഉപയോഗിക്കാതെ വന്നാൽ അത് നശിച്ചു പോകും. ഓക്കെ, ഒരു ഭാഷ ഇല്ലാതായി പോകും. ഞാൻ ലാറ്റിൻ എന്നുള്ള ഭാഷ അത് സംസാരിക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതൊരു മൃതഭാഷയാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ലിപിയിലൂടെയാണ്. മലയാളത്തിലും അങ്ങനത്തെ ഒരു അവസ്ഥ എത്തില്ലെങ്കിലും മലയാളത്തിലെ ചില വാക്കുകൾക്ക് ആ ഒരു അവസ്ഥ എത്തി. അത് ഇന്ന് ഉപയോഗത്തിലില്ലാത്തത് കൊണ്ട് അത് അങ്ങനത്തെ ഒരു വാക്യം ഉണ്ടെന്ന് ആർക്കും അറിയില്ലാത്തൊരവസ്ഥ. അതാണ് മാതൃഭാഷ പരിസ്ഥിതിയിലും പറയുന്ന ഒരു കാര്യം. കാരണം നമുക്ക് ചില ചെടികളുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ചെടികളുടെ പേരറിയണം, അല്ലെ? ചെടി എന്താ ചെയ്യണേ കാര്യങ്ങൾ അറിയണം, അല്ലെ? അത് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് മാതൃഭാഷയും പരിസ്ഥിതി എന്നുള്ള ചാപ്റ്റർ. അതിലിപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണ്, നെൽകൃഷി കുറഞ്ഞതോടുകൂടി അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന പല പദങ്ങളും ഇല്ലാതായി. പതിര്, കലപ്പ, തവിട്. എൻ്റെ വീട്ടില് എന്താണ്, എൻ്റെ ചേച്ചി എന്നോട് പറയും, എന്താണ്, എന്നെ തവിട് കൊടുത്ത് മേടിച്ചാന്ന് പറയും. തവിടെന്ന് പറഞ്ഞാൽ ഈ നെല്ല് ഇതാക്കി കഴിയുമ്പോൾ വരുന്ന ഒരു സാധനമാണ്, വിലയില്ലാത്തതാണ്, അതുകൊണ്ടാണ് തവിട് എന്ന് പറയുന്നത്. പിന്നെ വരമ്പ്, ഇപ്പൊ വിലയുണ്ട് കേട്ടോ തവിടിനൊക്കെ, പക്ഷെ പണ്ട് വിലയുണ്ടായിരുന്നില്ല. പിന്നെ വരമ്പ്, കണ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാടത്തിലെ തന്നെയാ കണ്ടം എന്ന് പറയാ. കച്ച, ഞാറ്, കള, ഇതൊക്കെ ഇങ്ങനത്തെ തുടങ്ങി കുറെ വാക്കുകൾ നെൽകൃഷി കുറഞ്ഞു വന്നതോടെ ആളുകൾക്ക് അറിയാതെയായി, ഉപയോഗമില്ല, ഇതൊന്നും. അതുകൂടാതെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ, പേര്, ഗുണങ്ങൾ. നമ്മളിപ്പോ കാണുന്ന വഴിവക്കിൽ കാണുന്ന ഒരു എന്താണ് ചെടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യില്ലേടാ, നമ്മളെ സംരക്ഷിക്കില്ലേ? നമുക്കറിയാം, ഇപ്പൊ മുക്കൂറ്റി അറിയാം, തിരുതാളി അറിയാം, അല്ലെ? ചില കാര്യങ്ങൾ കണ്ടാൽ അറിയാം, ചിലത് അറിയില്ല, പേര് കേട്ടിട്ടുണ്ടാവും, അറിയില്ല. അപ്പൊ അതിനെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവും എന്ന് പറയണാണ് മാതൃഭാഷയും പരിസ്ഥിതി എന്നുള്ള ചാപ്റ്റർ. തഴുതാമ, കറുക. കറുക കണ്ടിട്ടില്ലേ മക്കള്? ഇഷ്ടം പോലെ ഉണ്ടാവും ഒറ്റൊരു സൈഡില്, അതുകൊണ്ട് മാലയൊക്കെ കെട്ടും, കണ്ടിട്ടുണ്ടാവും. യെസ്. ഇനി അതുകൊണ്ട് തന്നെ അവയെ പ്രവണതയിൽ നിലവിലുള്ളത് പാഴ്ചെടികളായി പരിഗണിച്ച് നശിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മാതൃഭാഷയും പരിസ്ഥിതിയും. ഭാഷയിൽ ചില പദങ്ങൾ ഇല്ലാതാവുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചൊല്ലുകൾ, ശൈലികളും കൂടി ഇല്ലാതാകുന്നു. വിത്താഴം, ചെന്നാൽ പത്തായം നിറയും. പത്തായം എന്നാൽ പത്തായം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് നെല്ല് സൂക്ഷിച്ചിരുന്നൊരിടാണ്. അപ്പൊ നമ്മളത് ഇപ്പോ വീടുകളിൽ അങ്ങനെ പത്തായങ്ങളില്ല, കാരണം നെല്ല് അങ്ങനെ എല്ലാവരും കൃഷി ചെയ്യുന്നതൊക്കെ നിർത്തി. ഓക്കെ, അപ്പൊ ആ വാക്കുകൾ ഉപയോഗിക്കാതെ വരികയും അത് വേറെ രീതിയിൽ പരിസ്ഥിതിയെ ബാധിക്കുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചാപ്റ്ററാണ് മാതൃഭാഷയും പരിസ്ഥിതിയും. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ യൂണിറ്റ് മൊത്തം നമ്മുടെ ഭാഷയെ പറ്റി അത് ശ്രേഷ്ഠമാണെന്നും അതിനെ നമ്മൾ സ്നേഹിക്കണമെന്നും അതിന്റെ പ്രാധാന്യത്തെയും ഇങ്ങനെ എടുത്തു പറയുന്ന ചാപ്റ്ററുകളാണ് ഇതിൽ മൊത്തം ഉള്ളത്. അപ്പൊ അതാണ് മുഖ്യ ആശയം. മനസ്സിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും ഓക്കെയാണ്. കിട്ടിയോടാ? ഓർമ്മ വന്നോ? കാര്യങ്ങള് ഓർമ്മ വന്നോടാ? യെസ്. ഓക്കെ, ശരി. ഇനി നമ്മുടെ ഈ മലയാളം സെക്കൻഡിലെ ആദ്യത്തെ ടേമിലുള്ള ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നു സക്കറിയയുടെ ശാന്തനുവിന്റെ പക്ഷികൾ. ഇത്തിരി എന്താണ്, നമുക്ക് സങ്കടം തരുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിലും നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും. യെസ്. കഥ പറച്ചിലിന്റെ സൗന്ദര്യം ഭാഷയിലൂടെ അനുഭവിപ്പിക്കുന്നു എന്നതാണ് സക്കറിയയുടെ ചെറുകഥകളുടെ സവിശേഷതകൾ. സക്കറിയ ഗംഭീരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഓക്കെ, നമ്മുടെ മലയാളത്തിന്റെ. കുട്ടിയുടെ മനസ്സിന്റെ ഭാവനാശേഷിയെയും വൈകാര്യതയും അന്വേഷണത്വരയെയും അവൻ ഭയങ്കര ജിജ്ഞാസ എന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റി, എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കാനുള്ള മക്കളെ പോലെയുള്ള ഒരു മിടുക്കനാണ് ശാന്തനു. ഓക്കെ, യെസ്. ഇനി ജീവിതത്തിന്റെ ആത്യന്തിക സത്യങ്ങളെ ആദ്യമായി അഭിമുഖീകരിക്കുന്നതിന് അമ്പരപ്പും വിസ്മയവും കൂട്ടി അനുഭവിക്കുന്ന ഏകാഗ്രതയും എല്ലാം വായനക്കാരെ അനുഭവിപ്പിക്കാൻ കെൽപ്പുള്ള മനോഹരവും ഹൃദയസ്പർശിയുമായിട്ടുള്ളൊരു കഥയാണ് ശാന്തനുവിന്റെ പക്ഷികൾ. ഓർമ്മ കിട്ടിയോ? എന്താണ് കഥ? അമ്മ മരിച്ചുപോയ ഒരു കുട്ടിയുടെ കഥയാണ് ശാന്തനുവിന്റെ പക്ഷികൾ, അല്ലെ? ശാന്തനു തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാവണം അമ്മ മരിച്ചത്. അപ്പോ അച്ഛൻ പറഞ്ഞുള്ള അറിവില്ലാതെ അവന് നേരെ അനുഭവമില്ല അമ്മ. ഓക്കെ, കൂടെ അമ്മയില്ല എന്ന ശാന്തു അനുഭവിക്കുന്ന ഏകാന്തയുടെ കാരണവുമാകാം. കുറച്ചുകൂടി മുതിർന്നപ്പോൾ അവൻ മരണത്തെ നേർക്കുനേർ കാണുകയായി.
പൂച്ചയുടെയും നായയുടെയും ശവശരീരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പക്ഷികൾ ചത്തു കിടക്കുന്ന അവൻ കണ്ടിട്ടില്ല. അതാണ് ശാന്തനുവിന്റെ പക്ഷികൾ എന്ന ചാപ്റ്ററിന് പേര് വരാൻ തന്നെ കാരണം. പക്ഷികൾ മരിക്കുന്നത് ആര് കണ്ടിട്ടില്ലടാ? നമ്മുടെ ശാന്തനു കണ്ടിട്ടില്ല. ശാന്തനു ഓക്കെ. ശാന്തനു വിചാരിച്ചു പക്ഷികൾക്ക് മരണമില്ല എന്ന് വിചാരിക്കുന്നു. കറണ്ട് കമ്പിക്ക് തട്ടിച്ചാവുന്ന കിളികളെ അല്ലാതെ സ്വാഭാവികം മരിച്ചു വീഴുന്ന കിളികളെ ശാന്തനു കണ്ടിട്ടില്ല. അതായത് അങ്ങനെ കിളികൾ സ്വാഭാവികം മരിക്കുന്നതൊന്നും ശാന്തനു കണ്ടിട്ടില്ല. ഒടുവിൽ ഒരു ദിവസം ശാന്തനു എന്ത് ചെയ്തു? അച്ഛനോട് ഉള്ളിൽ അടക്കി വെച്ച ചോദ്യം ചോദിച്ചു, പക്ഷികൾക്ക് മരണമില്ലേ എന്നൊരു ചോദ്യം. പക്ഷികൾ മരിക്കുന്ന കണ്ടിട്ടില്ല, അതായത് സ്വാഭാവികം മരിക്കുന്ന കണ്ടിട്ടില്ല, അപ്പൊ മരണമില്ല. അച്ഛനോട് ചോദിച്ചു. എന്താണ് അച്ഛൻ അവന്റെ ചോദ്യത്തിനെ കളിയാക്കിയൊന്നുമില്ല. അച്ഛൻ എന്ത് ചെയ്തു? പക്ഷികൾ മരിക്കുകയല്ല, മറ്റുള്ള ലോകങ്ങളിലേക്ക് പറന്നു പോവുകയാണെന്നായിരുന്നു അച്ഛന്റെ മറുപടി. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ ശാന്തനുവിന് എന്തായിരിക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക? അത് കഴിഞ്ഞ അവൻ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. അവന്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ആ മരിച്ചുപോയ, ഇത് അച്ഛന്റെ മറുപടി സ്വാഭാവികമായി മരിച്ചുപോയ തന്റെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. തന്റെ അമ്മയും ഒരു പക്ഷിയായി മറുലോകങ്ങളിലേക്ക് പറന്നു പോവുകയാണോ ചെയ്തതെന്ന് ശാന്തനുവിന്റെ ചോദ്യത്തിന് അച്ഛൻ മറുപടി പറയും മുമ്പ് കഥ അവസാനിക്കുകയാണ് അല്ലെ. തന്റെ അമ്മയും ഒരു പക്ഷിയെ പോലെ പാറിപ്പോയിരിക്കുമെന്ന് അവന്റെ പ്രതീക്ഷയിലാണ് കഥ അവസാനിക്കുന്നത് അല്ലെ. അതായത് പക്ഷികൾക്ക് മരണമില്ല എന്ന് ശാന്തനുവിന് തോന്നിയപ്പോൾ അവൻ അച്ഛനോട് ചോദിക്കുകയാണ് ചെയ്തത്. അച്ഛൻ എന്താ ഉത്തരം കൊടുത്തേ? നല്ല മനോഹരമായ മറുപടി കൊടുത്തു. പക്ഷികള് മരിക്കുന്നില്ല, അവർ മറുലോകത്തിലേക്ക് പറന്നു പോവാണ്. അപ്പൊ ശാന്തനുവിന് തന്റെ അമ്മയെ പറ്റി ആലോചിച്ച് സമാധാനം ഉണ്ടാവില്ലേ? അമ്മയും മരിച്ചിട്ടില്ല, അമ്മ സമാധാനത്തില് വേറൊരു ലോകത്തിൽ പറന്നു പോയിരിക്കുകയായിരിക്കാം. ആ കുഞ്ഞു മനസ്സ് അത്രയും സന്തോഷിച്ചു. രസമുള്ള ഒരു കഥയാണ്. നമുക്കിങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അവസാനം അതിന് തരുന്നില്ല. ശാന്തനു ഇത് അറിഞ്ഞോ എന്താണ് കാര്യം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷ തരണം, ശാന്തനു സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നുള്ള പ്രതീക്ഷ തരുന്ന ഒരു ചാപ്റ്ററാണ്. പിടികിട്ടിയില്ലേടാ? ഇതാണ് നമ്മുടെ മലയാളം സെക്കൻഡിലെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ്. മനസ്സിൽ ഈ ചാപ്റ്ററുകൾ കടന്നു വന്നു എന്നും നമ്മൾ പഠിച്ചുപോയ കാര്യങ്ങൾ ഓർത്തെടുത്തു എന്നും മിസ് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ചാപ്റ്ററുകൾ കൃത്യമായിട്ട് വായിക്കണം, നോട്ട്സ് വായിക്കണം, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുപോയ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സുഖമായിട്ട് പരീക്ഷ എഴുതിയിട്ട് വരണം. ഓക്കെ. ഒരൊറ്റ യൂണിറ്റ്, ഒരു 4 ചാപ്റ്റേഴ്സ് ഉള്ള കാര്യം. കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു വിധത്തിലും പേടിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്നതേ വരുള്ളൂ മക്കളെ. ഓക്കെ, അതിന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, സെറ്റ്. ഇനി പഠിക്കുക, എന്താണ് സമയമെടുത്ത് നോക്കി കൃത്യമായിട്ട് എഴുതാൻ നോക്കുക, സമയം കളയരുത്. ഓക്കെ, യെസ്. ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണുന്ന വരെ ബൈ.